നമസ്കാരം. CPM-നെ കുറിച്ച് ഞാൻ പറയുന്ന വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഫേസ്ബുക്കിൽ. വിമർശനം ഉന്നയിക്കുന്നത് കൊണ്ടാണ്. ഞാൻ അനുകൂലിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ തെറി വിളിക്കും. എന്തായാലും തെറി ഉറപ്പാണ്. എന്നാലും നമുക്ക് നല്ല സഖാക്കന്മാർ, CPM-ന്റെ നല്ല പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേർ സുഹൃത്തുക്കളായിട്ട് അവർ രാഷ്ട്രീയ വിമർശനം നടത്തുന്നുണ്ടെങ്കിലും എന്റെ നല്ല സുഹൃത്തുക്കളാണ്. അത്തരത്തിലൊരു സുഹൃത്ത് ഇന്നലെ എന്നെ ഒരു 5-8 തവണ വിളിച്ചിരുന്നു. ഇന്നലെ നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല. കാരണം ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയുടെ ഇഷ്യൂ തീർക്കാൻ വേണ്ടി രാവിലെ മുതൽ ഇരുന്നതാണ്. വൈകുന്നേരം ആയപ്പോഴാണ് അത് തീരുമാനമാക്കി വിട്ടത്. കുറെ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ തീർപ്പാക്കി അടുത്ത സിറ്റിങ്ങിൽ അവർ കേസുകളൊക്കെ കുടുംബ കോടതിയിൽ കേസുകളുണ്ട്. ആ കേസുകളൊക്കെ പിൻവലിച്ചു. ഇതാണ് നിസ്സാരമായി നമുക്കെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഫാമിലി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അതിനാരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. പോട്ടെ, ഇത് മറ്റൊരു വിഷയം. അതിന്റെ ഇടയിലാണ് കുറച്ച് കോളുകൾ കണ്ടത്. ആ കോളുകൾ എന്റെ പ്രിയപ്പെട്ട സഖാവ് എന്നാലും ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു, എന്റെ തവനൂരിനെ കുറിച്ചൊന്നും മിണ്ടിയില്ല. സത്യത്തിൽ തവനൂരിനെ കുറിച്ച് നേരത്തെ മിണ്ടിയിട്ടുണ്ട്. അത് സഖാവ് വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ എന്തായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം, നാളെയാണ് റിസൾട്ട് വരുന്നത്, ഇന്ന് 3-ാം തീയതിയാണല്ലോ. ഇന്നൊരു പ്രൊഡിക്ഷൻ നടത്താമെന്ന് കരുത്. എന്റെ ഒരു കാഴ്ചപ്പാട്, തവനൂരിൽ എന്താ സംഭവിക്കാൻ. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ തവനൂരിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KT ജലീൽ ജയിക്കും. അത് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. എന്റെ ഒരു വിശ്വാസം അതാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. എക്സിറ്റ് പോളും അതുപോലെ മറ്റേ പോളും ബാക്കിയുള്ളവരും ഒക്കെ പറയുന്നത് UDF ജയിക്കും, അട്ടിമറി ഉണ്ടാകും. ഇതുവരെ KT ജലീൽ മത്സരിച്ചിട്ടുള്ളിടത്തെല്ലാം ജയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു തിരിച്ചടി തവണ കിട്ടും എന്ന് തന്നെ എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് KT ജലീൽ ജയിക്കുമെന്ന്. അതിന് കാരണമുണ്ട്. 2006 അദ്ദേഹം മത്സരിച്ച് ആദ്യമായി MLA ആയി നിയമസഭയിലെത്തുന്നത്. കുറ്റിപ്പുറത്ത് നിന്ന് അദ്ദേഹം മത്സരിക്കുന്നത് ചില്ലറക്കാരനോടല്ല, മുസ്ലിം ലീഗിന്റെ തലതൊട്ട് നേതാവ്, അതായത് ആ രാഷ്ട്രീയത്തിലെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ മറ്റാരും ഉള്ളൂ, ആ നിലയിലുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ 8 നിലയിൽ പൊട്ടിച്ചിട്ടാണ് KT ജലീൽ നിയമസഭയിലേക്ക് പോയത്. ചിലരെന്ന് പറയാൻ പറ്റും. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് അർഹനായിട്ടുള്ള ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി. ആ ആളെയാണ് 2006 KT ജലീൽ തോൽപ്പിച്ചിട്ട് MLA ആയിട്ട് അങ്ങോട്ട് കയറിപ്പോയത്. ചില്ലറ ഒരു പരാജയമല്ല അന്ന് ലീഗിനുണ്ടായത്. പിന്നെ ചില ഗ്രൂപ്പുകൾക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും എന്നാലും കുഞ്ഞാലിക്കുട്ടി തോൽക്കാൻ പാടില്ലാത്ത ഒരാളായിരുന്നു അന്ന്. എന്നിട്ടും തോറ്റു. അത് KT ജലീലാണ് തോൽപ്പിച്ചത്. 2011 അത് തന്നെ സംഭവിച്ചു. 2011 KT ജലീൽ തന്നെ ജയിച്ചു. പക്ഷെ മണ്ഡല പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറ്റിപ്പുറത്തുനിന്ന് മാറി തവനൂരിലായിരുന്നു മത്സരിച്ചിരുന്നത്. തവനൂരിൽ KT ജലീൽ നല്ല വിജയം നേടി നിയമസഭയിൽ LDF-ന്റെ പ്രതിനിധിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. 2016 അതേ തവനൂരിൽ KT ജലീൽ മത്സരിച്ചു. വീണ്ടും പഴയ അവസ്ഥ തന്നെ, സുഖമായി ജയിച്ച് നിയമസഭയിലെത്തി. കഴിഞ്ഞ വർഷമാണ് ഒരല്പമെങ്കിലും വെല്ലുവിളി ഉയർത്തിയത്. 2021 ഫിറോസ് കുന്നംപറമ്പിലുമായിട്ടൊരു കിട്ട മത്സരം നടന്നിരുന്നു. അതായത് ഒരുപക്ഷെ ഫിറോസ് ജയിച്ച് പോകുമെന്നൊരു സിറ്റുവേഷൻ പോലും വന്നിരുന്നു. പക്ഷെ അപ്പോഴും KT ജലീൽ പറഞ്ഞിരുന്നു, നിക്ക് എണ്ണ തീരാനായിട്ടില്ല, എണ്ണട്ടെ, കുറച്ചുകൂടി എണ്ണ ഉണ്ടല്ലോ, നമ്മുടെ സ്ഥലം എണ്ണ കിടക്കണേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു. അത് അതേപോലെ തന്നെ ഭരിച്ചു. എണ്ണേണ്ട ഭാഗം എണ്ണി കഴിഞ്ഞപ്പോൾ KT ജലീൽ ജയിച്ചു പോകുന്നത് നമ്മൾ കണ്ടു. KT ജലീൽ എന്ന ആ വ്യക്തി MLA ആണെങ്കിലും അല്ലെങ്കിലും രാഷ്ട്രീയക്കാരനായിട്ടാണെങ്കിലും അല്ലെങ്കിലും അടുത്തൊന്ന് സംസാരിക്കാൻ, ഒന്ന് ഇടപെടാൻ ആർക്കെങ്കിലും കഴിയുമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വിഷനും മിഷനും മനസ്സിലാക്കാൻ ആ വിധത്തിൽ സംസാരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ KT ജലീലിനെ പിന്നെ ആരും മറക്കില്ല. ഒരു പ്രത്യേക ഒരു മനുഷ്യനാണ്. രാഷ്ട്രീയമായി നമ്മൾ CPM വിരോധം കൊണ്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ടോ KT ജലീലിനെ എതിർക്കുന്നുണ്ടാകാം, വിമർശിക്കുന്നുണ്ടാകാം. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് എന്താണ് ഖുറാൻ കൂടെ കൊണ്ടുവന്നു, ഈത്തപ്പഴത്തെ കൂടെ കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വർണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. അതിനകത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള വലിയ പരാമർശങ്ങൾക്കിടയിൽ KT ജലീലിനെയും വലിച്ചിട്ട് അലക്കുന്നത് നമ്മൾ കണ്ടു. അത് രാഷ്ട്രീയമായിട്ട് കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ വ്യക്തിപരമായി ഇടതുപക്ഷക്കാരനായിക്കോട്ടെ വലതുപക്ഷക്കാരനായിക്കോട്ടെ BJP-കാരനായിക്കോട്ടെ ആരായാലും KT ജലീലുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ജലീലിനെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ ഞാൻ അത് പറയാൻ കാരണം എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ട്. 2016 DYSP KK രവീന്ദ്രൻ എന്ന ആ പോലീസുകാരനെ അനാവശ്യമായി ചെയ്യാത്ത തെറ്റിന് കാസർഗോഡേക്ക് സ്ഥലം മാറ്റിയത് കുറ്റം ആരോപിച്ചിട്ട്. അതിന് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ. സോഷ്യൽ മീഡിയയും മറ്റു മീഡിയകളും എല്ലാം അയാൾ കുറ്റക്കാരനാണെന്ന് വിധിച്ചു. പാലിക്കര ടോൾ പ്ലാസയിൽ ഇഷ്യൂ ആയി ബന്ധപ്പെട്ടിട്ട്. അതിന് ഞാനിറങ്ങിയ സമയത്ത് അഷ്റഫ് പന്താവൂർ എന്ന് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഒരു സ്വതന്ത്ര പത്രപ്രവർത്തനം ഫോട്ടോഗ്രാഫറുമായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തെയും കൂടെ കൂട്ടിയാണ് ഞാൻ തൃശ്ശൂരേക്ക് പോയത്. അവിടെ ചെന്ന് DYSP കണ്ടു. അദ്ദേഹത്തിന് കൗൺസിലിംഗ് കൊടുത്തു. ഒരു സാധു മനുഷ്യനെ അവിടെ ചെന്നപ്പോൾ കണ്ടു. ഒരു കൗൺസിലർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൗൺസിലിംഗ് കൊടുത്തു. കുറെ കടലാസുകൾ വാങ്ങണമായിരുന്നു, അതൊക്കെ വാങ്ങി.
ഈ കടലാസ് രേഖകളും ഹൈക്കോടതിയിൽ നിന്ന് ഞാനെടുത്ത പകർപ്പുകളും കൃത്യമായി രമേശ് ചെന്നിത്തലയുടെ കൈകളിൽ എത്തിച്ചു. അന്ന് രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. രമേശ് ചെന്നിത്തല കൃത്യമായി ഇത് കൈകാര്യം ചെയ്തു. അതായത് സോഷ്യൽ മീഡിയയും ചാനലുകളും മറ്റുള്ള എല്ലാ പേജുകളും ഈ ഡിവൈഎസ്പി പൊങ്കാലയിട്ട് നശിപ്പിക്കാൻ നടക്കുന്ന സമയത്ത് പൊതുജന ആ രോഷം അതുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും സത്യത്തിനും നീതിയുടെയും കൂടെ നിന്ന ആളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് UDF ആണ് ഒരുപക്ഷെ അധികാരത്തിൽ വരുന്നതുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേസമയം VD സതീശനിൽ ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്ദേഹം നിർണായകമായ തീരുമാനമെടുക്കേണ്ട പല സന്ദർഭത്തിലും വ്യക്തിപരമായി മറ്റു ചില ഉദ്ദേശത്തോട് തീരുമാനമെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR വരുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള തീരുമാനം അപക്വവും ഒന്നുമല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് കയറി വരാൻ, അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത തീരുമാനമായിരുന്നു എന്ന് ഇന്നും വിശ്വസിക്കുന്ന ആളാണ്. അത്തരത്തിൽ സ്വാർത്ഥനായിട്ടുള്ള ഒരാൾ ഈ എത്ര കൊമ്പത്തുള്ള ആളായാലും മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് രമേശ് ചെന്നിത്തല വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര തന്നെ ഫ്ലക്സ് അവിടെ വന്നാലും അതവിടെ നിൽക്കട്ടെ. അത് UDF ഒരുപക്ഷെ അധികാരത്തിൽ വന്നാൽ. LDF സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം ആൾക്കാരാണ് വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊരാളാണ് ഈ KT ജലീൽ. മറ്റൊരാൾ നമ്മുടെ മരുമോൻ മന്ത്രിയാണ്, റിയാസാണ്, മുഹമ്മദ് റിയാസാണ്. അതിന് കാരണമുണ്ട്. മുഖ്യമന്ത്രി എന്ന ആ ദാക്ഷിണായിട്ടുള്ള ഗുണ്ടകളെ പോലെ പെരുമാറുന്ന, മനുഷ്യനോട് പെരുമാറാൻ അറിയാത്ത, ജനകീയനല്ലാത്ത എന്താ പറയാ ഒരാൾ, ഒരു രാഷ്ട്രീയ ഒരു ഗുണ്ടയെ പോലെ പെരുമാറുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ. അതായിപ്പോയി നമ്മുടെ കഴിഞ്ഞ ഒരു 5 വർഷം ഇവിടുത്തെ മുഖ്യമന്ത്രി. 10 വർഷം ഒന്നും തീർത്തു പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മരുമകനായി ജീവിക്കുന്നെന്ന് മാത്രമേ അദ്ദേഹത്തിന് ഒരു കുറവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതേസമയം മുഹമ്മദ് റിയാസ് കഴിവുള്ള ആളാണ്. നമ്മുടെ ദേശീയപാത 66 കാസർഗോഡ് മുതൽ ഇപ്പൊ തിരുവനന്തപുരം വരെ പണി നടക്കുന്നുണ്ടല്ലോ. ആ സ്ഥലമെടുത്ത് കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് മുഹമ്മദ് റിയാസ്. കാര്യം സംസ്ഥാന സർക്കാരാണ് സ്ഥലമെടുത്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പുറത്തേക്കൊന്ന് ഇതേ NH66 സഞ്ചരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഗോവ വരെ ഒന്ന് പോയത്, ഞാൻ വണ്ടി ഓടിച്ച് പോയതാ. ബാക്കിയുള്ള ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനം, ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ആ മേഖലയിലുള്ളത്. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ആയിട്ടുള്ളൂ. അപ്പൊ അത് ഇത്രയും പെട്ടെന്ന് ആകാൻ കാരണം മുഹമ്മദ് റിയാസ് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ കൃത്യമായി റിയാസിന്റെ മേൽനോട്ടത്തിൽ തന്നെ ആ സ്ഥലം എടുത്ത് കൈമാറിയത് കൊണ്ടാണ് ദേശീയപാത അതോറിറ്റിക്ക് ആ സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ട് ഹൈവേ പണിയാൻ പറ്റിയത്. അപ്പൊ അത്തരത്തിൽ വികസന കാഴ്ചപ്പാടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന നല്ല ഒരാൾ തന്നെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്. പക്ഷെ അദ്ദേഹത്തിന്റെയും കാലുകളിൽ ആരൊക്കെ ചങ്ങലിട്ടേക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതിന് പിണറായി ആണോ CPM നേതൃത്വമാണോ എന്ന് അറിയില്ല. ആരായാലും ഒന്ന് കെട്ടഴിച്ചങ്ങോട്ട് വിടാന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെയാണ് ചാണ്ടി ഉമ്മനെ ഞാൻ പറയുന്നത്. കോൺഗ്രസിലെ ചാണ്ടി ഉമ്മനുണ്ട്, അതേപോലെ മാത്യു കുഴൽനാടനുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവുന്ന ആള്, TV ഇബ്രാഹിം ഉണ്ട്, പഴയ കൊണ്ടോട്ടി MLA, ഇപ്പൊ വള്ളിക്കുന്നിൽ മത്സരിക്കുന്ന ആള്, അങ്ങനെ കുറെ പേരുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് ഈ പറയുന്ന KT ജലീൽ എന്ന് എന്റെ ഒരു അനുഭവത്തിൽ. ഞാൻ അദ്ദേഹവുമായിട്ട് അന്നത്തെ ആ വിഷയവുമായി സംസാരിച്ച് പന്താവൂരും ഞാനും കൂടി യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ഗസ്റ്റ് ഹൗസിൽ തങ്ങുന്ന സമയത്ത് KT ജലീൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം പല കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അപ്പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില വികസന കാഴ്ചപ്പാടുകളും നമ്മുടെ സംസ്ഥാനം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കണ്ട് ഞെട്ടിപ്പോയി. കാര്യം ഇങ്ങനെയുള്ളവർക്കാണ് അധികാരം കിട്ടേണ്ടത്, സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളാണ്. അതായത് KT ജലീലിനെ വളരെ അടുത്ത് ഇടപഴകുന്ന, അതായത് വളരെ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി ഇടപെടുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ അദ്ദേഹത്തോട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു കുറുക്കനാണ് രാഷ്ട്രീയത്തില്. എവിടെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഫിറോസ് കുന്നംപറമ്പില് മറിക്കുമെന്ന് കരുതിയിരുന്ന അവസരത്തിൽ കട്ടായം പറഞ്ഞത് നിക്ക് വെയിറ്റ് ചെയ്യുന്നു. മറ്റൊന്നും കൂടിയുണ്ട്. KT ജലീലിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ എക്സിറ്റ് പോൾ അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടില്ല. അത് ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നപ്പോഴായാലും പിണറായി മന്ത്രിസഭ വന്നപ്പോഴായാലും ഇനി ആര് വന്നപ്പോഴായാലും ശരി തന്നെ KT ജലീൽ ജയിക്കുമെന്നൊരു എക്സിറ്റ് പോൾ പ്രവചനം എവിടെയും വന്നിട്ടില്ല. തോൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും തോൽക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരുമ്പോൾ KT ജലീൽ ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.